സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. ദൈവത്തിൻ്റെ വേലക്കാരൻ. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. മത്തായി 9:37-38. പുരോഹിതൻ ദൈവത്തിൻ്റെ വേലക്കാരനാണ്. ഏതെങ്കിലും പ്രത്യേക തൊഴിൽ എന്നതിലുപരി ദൈവമേൽപ്പിക്കുന്ന എല്ലാ തൊഴിലും അവൻ ചെയ്യും. എന്താണോ ദൈവത്തിന് ഹിതകരമായത്, എന്താണോ ഓരോ സാഹചര്യത്തിലും ദൈവം പുരോഹിതനോട് ചോദിക്കുന്നത്, ആ ദൗത്യം സന്തോഷത്തോടെ ചെയ്യുന്നു. എല്ലാ തൊഴിലുകളും അവന് ശുശ്രൂഷയാണ്. മിക്കവാറും സമയങ്ങളിൽ അവൻ ഒന്നിലേറെ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നു. അവൻ കാർമ്മികനാണ്. ബലികളും പ്രാർത്ഥനകളും ദൈവജനത്തിനു വേണ്ടി അർപ്പിക്കുന്നവൻ. അവൻ ദൈവനാമത്തിൽ പാപമോചനം നടത്തുന്നു. കൂദാശകൾ പരികർമ്മം ചെയ്യുന്നു, സൗഖ്യപ്പെടുത്തുന്നു, ആശ്വസിപ്പിക്കുന്നു. അവൻ അധ്യാപകനാണ്, തർക്കങ്ങളിൽ മധ്യസ്ഥനാണ്, സമാധാന പാലകനാണ്. ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറെ സമർപ്പണത്തോടെ, ഒരു സ്വാർത്ഥ താൽപ്പര്യവുമില്ലാതെ സന്തോഷപൂർവം പുരോഹിതൻ പൂർത്തിയാക്കുന്നു. വാസ്തവത്തിൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവൻ ദൈവത്തിൻ്റെ മുഖമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിൽ ക്രിയാത്മകമായി നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യമാണ് അവൻ്റെ പ്രവൃത്തികളിലൂടെ വെളിവാകുന്നത്. പുരോഹിതൻ്റെ പ്രവൃത്തികൾ ദൈവിക ദൗത്യത്തിൻ്റെ ഭാഗമായതിനാൽ അതിന് പല പ്രത്യേകതകളുമുണ്ട്. അത് മറ്റുള്ളവരുടെ നന്മ മാത്രം ലക്ഷ്യം വയ്ക്കുന്നു. അവൻ്റെ തൊഴിൽ കൂലിക്കു വേണ്ടിയല്ല, മറിച്ച് എല്ലാ മനുഷ്യരെയും കർത്താവിൻ്റെ വഴിയിലൂടെ നയിക്കുന്നതിന് വേണ്ടിയാണ്. അവൻ്റെ പ്രതിഫലം ഭൗമികമല്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കൽ അവന് പ്രതിഫലമുണ്ട്. അവൻ തൻ്റെ ദൗത്യമേഖലയിൽ നിന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല. അവൻ എല്ലാവർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ വേലക്കാരനാകാൻ വിളിക്കപ്പെട്ടതിൽ അവന് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. നീണ്ട വർഷങ്ങളിലെ പരിശീലനത്തിനും തയ്യാറെടുപ്പിനും ശേഷമാണ് ഏറെ ശ്രേഷ്ഠമായ ഈ ശുശ്രൂഷയിലേക്ക് അവൻ നിയുക്തനായത്. തന്നെ ഇപ്രകാരം ഒരു ദൗത്യമേൽപ്പിച്ച ദൈവത്തോട് പുരോഹിതന് എപ്പോഴും നന്ദിയും കടപ്പാടുമാണ് ഉള്ളിൽ തോന്നുന്നത്. കഴിഞ്ഞ 2000 വർഷങ്ങളായി ഈ ദൗത്യത്തിൽ പങ്കുകാരായി വേലയ്ക്കിറങ്ങിയ എല്ലാവരോടും ഇതവനെ കണ്ണി ചേർക്കുന്നു. ഇതിനേക്കാൾ വലിയ എന്തനുഗ്രഹമാണ് അവന് ലഭിക്കുക? ഇനിയും കൂടുതലായി വേല ചെയ്യാൻ അനുവദിക്കണേ എന്ന പ്രാർത്ഥനയാണ് മനസ്സു നിറയെ. ദൈവത്തിൻ്റെ വേലക്കാരനായ പുരോഹിതൻ എന്തെങ്കിലും പ്രതിഫലത്തിനു വേണ്ടിയല്ല പ്രവർത്തിക്കുന്നതെന്ന് ദൈവജനത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന പ്രവൃത്തികളിലെ ആത്മാർത്ഥതയും സമർപ്പണവും അവർ തിരിച്ചറിയുന്നു. അവർ അവനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വേലക്കാരനായ അച്ഛൻ തങ്ങൾക്കെല്ലാം സ്വന്തമാണെന്നും
അനുഗ്രഹമാണെന്നുമുള്ള മനോഭാവത്തോടെയാണ് അവർ അവനോടടുക്കുന്നതും ഇടപെടുന്നതും. അവനോടൊത്ത് അവർ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് പുരോഹിതനായ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ ദൗത്യങ്ങളെപ്പറ്റി അവബോധമുള്ളവനാകുക. ഇവയെല്ലാം എന്നെ ഏൽപ്പിച്ച ദൈവത്തിന് നന്ദി പറയുക. ഓരോന്നും എന്ത് മനോഭാവത്തോടെയാണ് ഞാൻ നിറവേറ്റുന്നതെന്ന് നോക്കുക. കൂടുതൽ വിശ്വസ്തയോടും ഉത്സാഹത്തോടും കൂടെ അവിടുത്തെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള അനുഗ്രഹം യാചിക്കുക.